ഹായ്, ഞാൻ ദീപ. നമ്മൾ 2-3 ആഴ്ചയായി കണ്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ഒരു ലോങ് വീക്കെൻഡിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്ററിൻ്റെ അവധിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് മൂന്നാർ പോകാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ചങ്ങനാശ്ശേരി പോയി നിന്നു, ബിജുവിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ മൂന്നാർ പോയത്. അപ്പോൾ 16-ാം തീയതിയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. എന്താ പറയണ്ടേ, എനിക്ക് ഇങ്ങനെയുള്ള യാത്ര ചെയ്യുമ്പോൾ ഉള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്തുണ്ടാക്കും, അല്ലെ 3 നേരം എന്തുണ്ടാക്കണം, അല്ലെങ്കിൽ ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം, അടുക്കള കയറണം, ആ ഒരു തൊല്ല ഒഴിഞ്ഞ് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അതാണ് എൻ്റെ ഏറ്റവും വലിയ മെയിൻ അട്രാക്ഷൻ. ഞാൻ എപ്പോഴും ബിജുവിനോട് പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ 1 ഡേ ട്രിപ്പൊക്കെ നിർത്തിയിട്ട് ഒരു 2 ദിവസമെങ്കിലും എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യുന്നൊരു പരിപാടി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ ദിവസവും ഈ രാവിലെ എണീറ്റ് ചായ വെക്കുന്ന തുടങ്ങിയിട്ടുള്ള കാര്യമുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതിപ്പോൾ ആരെന്തെന്ന് പറഞ്ഞാലും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം അതിന്നൊരു മോചനം, അതാണ് എൻ്റെ മെയിൻ കാര്യം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഇങ്ങനൊരു മൂന്നാർ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് അന്നയുടെ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ നടക്കുന്നതിന് മുന്നേ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. എൻ്റെ ഈ പറച്ചിൽ കേട്ട് സഹിക്കാൻ വയ്യാണ്ട് ബിജു തീരുമാനിച്ച ഒരു തീരുമാനമാണ്. എന്നിട്ട് പറഞ്ഞു, അത് ബിജു അവിടെ കൊണ്ട് ബുക്ക് ചെയ്ത് എന്തിനാന്ന് എനിക്കറിയാം, കാരണം ഈ ഹൈ റേഞ്ച് ഒന്നും കയറാനുള്ള ത്രാണി എനിക്കില്ല. അപ്പം മൂന്നാർ പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ലെന്നാണ് ബിജു വിചാരിച്ചത്. പക്ഷേ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. ശരിക്കും യാത്ര എനിക്ക് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അത് ഒന്ന് എനിക്ക് ഈ കാറിനകത്ത് കയറുമ്പോൾ തന്നെ ഓക്കാനം തുടങ്ങും. അതിപ്പോൾ ഇവിടുന്ന് ചങ്ങനാശ്ശേരി വരെ പോകാനാണെങ്കിലും എങ്ങോട്ട് പോകാനാണെങ്കിലും എനിക്ക് കാറിനകത്ത് കയറി കഴിഞ്ഞാൽ ഓക്കാനാണ്, ഒരു രക്ഷയില്ല. ഇങ്ങനെ അതായത് ഒന്ന് ഇടയ്ക്കൊന്ന് തിരിഞ്ഞ് പിള്ളേരെ ഒന്ന് നോക്കണമെങ്കിൽ എനിക്ക് വല്ലാണ്ട് വരും. അത് മേ ബി ഫൈബ്രോമയാൽജിയുടെയും കൂടെ ഒക്കെ ഇഷ്യൂ ആയിരിക്കാം. പക്ഷെ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഈ പ്രശ്നമുണ്ട്. പിന്നെ കാറിൻ്റെ ആവാം. അതായത് പെട്രോൾ വണ്ടിക്കാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഡീസൽ വണ്ടിക്കാണെങ്കിൽ എനിക്ക് അതിൻ്റെതായ വിഷമങ്ങൾ അതെല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഇച്ചിരി കൂടുതലാണത്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പോകാനൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ യാത്രയുടെ പോർഷൻ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മൾ 16-ാം തീയതി രാവിലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിള്ളേർക്ക് പിന്നെ എന്ത് എക്സൈറ്റ്മെൻ്റ് ആണ്. നമുക്ക് മാത്രമേ ഉള്ളൂ പോകുന്നതിന് മുന്നേ ഉള്ള ആ കെട്ടിപ്പറക്കലൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഒരു 5 ദിവസത്തെ ഇതാണ്. 16-ാം തീയതി പോയി 20-ാം തീയതി തിരിച്ചു വരണം. അപ്പം 5 ദിവസത്തെ പരിപാടികളുണ്ട്. പിന്നെ പോയിട്ട് വന്നിട്ട് പിന്നെ വീട് ഫുള്ള് പിന്നെയും ഒന്നേന്ന് നമ്മൾ ആ ബാക്ക് ടു റൂട്ടീനിലേക്ക് സെറ്റപ്പ് ആക്കുക. ഇതിൻ്റെയൊക്കെ ടെൻഷൻ അവിടെ കിടപ്പുണ്ടെങ്കിലും സ്റ്റിൽ ഒരു 5 ദിവസം നമ്മുടെ നോർമൽ റൂട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ആ ഒരു ചിന്തയുമായിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഞാൻ വെച്ചില്ല. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്ഥിരമായിട്ടുള്ള വെഞ്ഞാറമൂടുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ ചങ്ങനാശ്ശേരിക്ക് വിട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് പിള്ളേർ അവരുടേതായ രീതിയിലുള്ള പാട്ട് വെച്ച് നമുക്ക് അങ്ങ് തല പെരുത്ത് വരുമായിരുന്നു. ഞാൻ ഈയിടയ്ക്ക് ഒരു റീല് കണ്ടായിരുന്നു. ഇങ്ങനെ അത് ആരാണ്, വർഷ എന്ന് പറയുന്ന അവരുടെ ആണെന്ന് തോന്നുന്നു, ഇൻസ്റ്റയിൽ വർഷം തന്നെയാണെന്ന് തോന്നും. അപ്പോൾ അവരുടെ ഇതിൽ അവരിങ്ങനെ ഒരു കാറിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് 2K കിഡ്സിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല, 90s കിഡ്സ് പിന്നെ മറ്റേ പാട്ടാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് കറക്റ്റായിരുന്നു. ഈ യാത്രയിൽ എനിക്ക് തല വരുത്തത് ഇവരുടെ കുറേ പാട്ടുണ്ട് കുറേ പാട്ടുണ്ട്. മനുഷ്യൻ്റെ തല വരുത്തുപോയി. പിന്നെ ഒന്ന് മാറ്റാന്ന് വെച്ചാൽ ഇവർ സമ്മതിക്കത്തില്ല. അവസാനം ഞാൻ ഇവരെ ഭീഷണിപ്പെടുത്തി, അമ്മയോട് സ്നേഹമുണ്ടോ, അമ്മ ചത്തു പോകണ്ടെന്നല്ല നിങ്ങൾക്കുണ്ടോ, എനിക്ക് തല കറങ്ങുന്നു, ഓക്കാനിക്കാൻ വരുന്നു, പാട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് അവസാനം നമ്മുടെ ഇഷ്ടമുള്ള കുറച്ച് പാട്ട് ഒരു ഇച്ചിരി നേരത്തേക്ക് വെക്കാൻ ഇവർ സമ്മതിച്ചു കേട്ടോ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ വീഡിയോ എടുക്കുന്നതും വ്ളോഗ് ചെയ്യുന്നതൊന്നും അല്ലെങ്കിൽ പബ്ലിക്കാ വ്ളോഗ് ചെയ്യുന്നതൊന്നും എനിക്ക് വലിയ പിടുത്തമില്ലാത്ത കാര്യമായതുകൊണ്ട് വീഡിയോയിൽ വലിയ കാര്യമായിട്ട് ഒന്നും കാണത്തില്ല. പിന്നെ ഈ വീഡിയോ പിടിക്കുന്നതൊന്നും പിള്ളേർക്കും വലിയ എനിക്കിഷ്ടമാണ്, അന്നയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് അവൾ അതിൻ്റെതായ രീതിയിൽ ഞാൻ വീഡിയോ ക്യാമറ അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ മുഖം മാറ്റുന്ന കാണാം. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കൊരു 12-1 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. വളരെ പതുക്കെയാണ് പോകുന്നത്, സ്പീഡിൽ പോയി കഴിഞ്ഞാലും എനിക്ക് പണി കിട്ടും. സോ ഇടയ്ക്ക് നിർത്തി ഒക്കെയാണ് ഞങ്ങൾ ചങ്ങനാശ്ശേരി എത്തി. പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് രാത്രി ആയപ്പോൾ ഞങ്ങൾ അടുത്ത്
ബിജുവിൻ്റെ പെങ്ങളുടെയും ഒക്കെ വീട്ടിലൊന്ന് പോയി. അവിടെ എന്തോ ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു. ആ വഴി അതും എല്ലാം കണ്ട് ഞങ്ങൾ രാത്രി 10-11 മണിയായി തിരിച്ച് വീടെത്തിയപ്പോൾ. പിന്നെ എല്ലാവരും കുളിച്ച് കിടന്നു. പിറ്റേന്ന് രാവിലെ ഒരു 7 മണി നേരത്തെ എണീക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ എണീറ്റിരുന്നു, പക്ഷെ പിള്ളേരും ബിജു ഒക്കെ എണീറ്റ് വരാൻ സമയമെടുത്തു. അവരൊരു 7:30 ഒക്കെ ആയപ്പോഴാണ് എല്ലാവരും റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പയ്യാണ്, വലിയ ധൃതിയൊന്നും ഇല്ലല്ലോ, ഇപ്പോൾ അത്യാവശ്യപ്പെട്ട് പോയിട്ട് വലിയ കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു 8 മണി ആയപ്പോഴാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു, ഏപ്രിൽ 17-ാം തീയതി. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഒരു ഫോട്ടോ വേണമല്ലോ. അപ്പോൾ അതിന് അന്നയുടെ കൈയും കാലമൊക്കെ പിടിച്ച് ഞങ്ങൾ 2-3 ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഉള്ള പരിപാടിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പയ്യെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിന്നെ ഒരു 3-4 മണിക്കൂറാണ് കാണിക്കുന്നത്. പക്ഷെ ഒത്തിരി ടൈം എടുത്തു. നമ്മൾ 7 മണിക്ക് 7:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 2 മണിയായി അവിടെ എത്തിയപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ റേഞ്ച് കയറാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തി ഇങ്ങ് തിരിച്ചു വന്നാൽ മതി എന്നായിപ്പോയി. അതുപോലെ എനിക്കങ്ങ് ഓക്കാനവും എന്താണെന്നറിയത്തില്ല, എനിക്ക് കരയണമെന്ന് വരെ ആയിപ്പോയി. നോർമലി ഞാൻ അങ്ങനെ എനിക്കറിയാം, കാരണം കഴിഞ്ഞ പ്രാവശ്യം തേക്കടി പോയപ്പോഴും ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ ഇത് ഇച്ചിരിയും കൂടെ ഹെയർ പിൻ വളവുകളൊക്കെ കുറച്ചധികം കൂടുതലായിരുന്നു കേട്ടോ. അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടി ഞാൻ. പിന്നെ എൻ്റെ ഐഡിയ ആയിപ്പോയി, അതുകൊണ്ട് പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ കയറി. അപ്പം ഇടയ്ക്ക് നമ്മളൊരു സ്ഥലത്ത് നിർത്തി, ഒരു ബേക്കറി ചെറിയൊരു പ്രൊവിഷൻ സ്റ്റോർ പോലുള്ളൊരു സ്ഥലത്ത് നിർത്തിയായിരുന്നു. അപ്പം അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു വല്ലപ്പോഴും ആയിരിക്കും ആൾക്കാർ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നല്ല വൃത്തിയുള്ള സ്ഥലം, അത്യാവശ്യം നമുക്ക് വാഷ്റൂം പോലൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ച് പിന്നെ അവരുടെ വീട്ടിൽ കയറി അവരവിടെ വീട്ടിൽ നട്ട് വളർത്തിയേക്കുന്ന പഴവും പലതരം ഫ്രൂട്ട്സൊക്കെ, ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ട്, ചാമ്പയ്ക്ക, ഇതെല്ലാം പറിച്ച് തന്നു കേട്ടോ. അതെല്ലാം നമുക്ക് പോകുമ്പോൾ കഴിക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം പെറുക്കിക്കുട്ടിയാണ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. നല്ലൊരു രസമായിരുന്നു. പിള്ളേർക്കും ഇങ്ങനെയൊക്കെ പോയിട്ട് ഓരോരുത്തരെയൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം, അതൊക്കെ തന്നെയാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അത് രസമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയ വഴിക്കെല്ലാം നിർത്തിയാണ് പിന്നെ അങ്ങോട്ട് മല കയറാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിർത്തി മനുഷ്യന്. അപ്പോൾ ഇടയ്ക്കൊന്നും ഫുഡ്, എനിക്ക് കറക്റ്റ് 12:30 ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റൂലാത്ത അവസ്ഥയായി. എന്നുവെച്ചാൽ ഞാൻ ചത്തുപോകും, അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഇങ്ങനെ ചാരി ഇങ്ങനെ കിടന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ അത്യാവശ്യം വലുതായതുകൊണ്ട് ഇപ്പം യാത്ര അത്ര പ്രശ്നമല്ല. പണ്ടെന്ന് വെച്ചാൽ ആനീനെ നോക്കണം, ആ ടെൻഷൻ ഒരു സൈഡിൽ, പിന്നെ എന്നെ തന്നെ ഞാൻ നോക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇത് പിന്നെ എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് ബിജു പലയിടത്തായിട്ട് നിർത്തി ഞങ്ങൾ 2 മണിക്കാണ് ഞങ്ങൾ ടീ കൗണ്ടിയിൽ, KTDC ടീ കൗണ്ടി അവിടെയാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ചെറിയൊരു റിസോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് ആ വഴി നമുക്ക് KTDCയിൽ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിചയം കാരണം നമുക്ക് റൂമൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടി. നമുക്ക് അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് പയ്യാണ് ഞങ്ങൾ പോയി പിന്നെ ലഞ്ചൊക്കെ കഴിച്ചത്. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടെ ഇങ്ങനെ ബഫറ്റ് രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്ത് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് അങ്ങ് കിടന്ന് ഉറങ്ങി. ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ സ്ഥലം നല്ല രസമാണ് കേട്ടോ. അപ്പം എൻ്റെ ഉദ്ദേശം അവിടം വരെ എത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. അതായത് കാരണം എൻ്റെ പരിമിതി എനിക്കറിയാം. എൻ്റെ ഈ ശാരീരിക അവസ്ഥ വെച്ചിട്ട് അവിടം വരെ ഒന്നും എത്തൂല എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടം വരെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മറ്റേ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അപ്പോൾ ഇനി എനിക്ക് എവിടെയും പോയില്ലേലും സാരമില്ല, ടീ കൗണ്ടി വരെ എത്തുക എന്നുള്ള മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. പിന്നെ ഇനി തിരിച്ചു വരുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വയ്യായിരുന്നെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എത്തണം എന്നുള്ള കാര്യം നടന്നു, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പോയി കിടന്ന് അങ്ങ് ഉറങ്ങി. ഒരു 5:30-6 മണി വരെ നമ്മൾ ഉറങ്ങി. കാരണം അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. ഉറങ്ങാനും വയ്യ, ഛർദ്ദിക്കാനും വയ്യാത്ത അവസ്ഥയിലാണല്ലോ എത്തിയത്. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പയ്യെ ഇറങ്ങി അവിടെ എല്ലാം ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പയ്യെ കണ്ട് പിന്നെ പുറത്ത് നേരെ എനിക്ക് തോന്നുന്നു ആ മൂന്നാർ ടൗണിൻ്റെ തന്നെ തൊട്ട് മുകളിലെങ്ങാണ്ടാന്ന് തോന്നുന്നത്. ടൗൺ ഏരിയ തന്നെയായിരുന്നു. അപ്പം നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ പയ്യെ മാർക്കറ്റൊക്കെ ഒന്ന് കാണാനായിട്ട് അവിടെ നിന്ന് നടക്കാനുള്ള ആവതൊന്നും ഇല്ല. ഫസ്റ്റിൽ നമ്മൾ നടന്ന് അവിടെ എല്ലാം കണ്ട് പിന്നെ
അവിടെയുള്ള സ്ഥലങ്ങൾ മീൻ അവിടെ എന്താ സാധാരണ അവിടെ കാണുന്നത് അതുവല്ല മേടിക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയേ. പക്ഷെ അങ്ങനെ മേടിക്കത്തക്ക രീതിയിൽ നമുക്കൊന്നും തോന്നിയില്ല. കാരണം ചോക്ലേറ്റ്സ് അവിടുത്തത് എല്ലാ കടകളിലും ചോക്ലേറ്റ്സ് ഇങ്ങനെ വാരി കൂമ്പാരം കൂട്ടി ഇട്ടിട്ടുണ്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ തന്നെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു അതത്ര നല്ല ചോക്ലേറ്റ് ഒന്നും അല്ല, സോ അത് വാങ്ങിക്കാതിരിക്കുന്ന നല്ലതെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നുപോലും അവിടുന്ന് അത് മേടിക്കാനായിട്ട് പോയില്ല. പിന്നെ തേയില, അപ്പൊ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് നമ്മുടെ AVT മതി, ഈ പിന്നെ എന്തോ തേയില, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് തേയിലയും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ സ്പൈസസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് മിക്ക കടകളിലും ഇരുന്നത്. പിന്നെ തുണിയൊക്കെ ആണെങ്കിലും ഭയങ്കര പ്രൈസ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല അവിടെ തണുപ്പുണ്ടാവും എന്ന് വിചാരിച്ചില്ല. ഭയങ്കര തണുപ്പ് ആണോന്ന് ചോദിച്ചാൽ രാത്രി ഒക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് ശരിക്കും തണുക്കാൻ തുടങ്ങും, നല്ലോണം വിറയ്ക്കും, മനസ്സിലായില്ലേ. പക്ഷെ നമ്മളത് എക്സ്പെക്ട് ചെയ്തില്ല. പകല് നല്ല വെയിലായതുകൊണ്ട് നമ്മളത് അറിയത്തില്ല, വിയർക്കത്തില്ല. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും 7 മണിയൊക്കെ ആയപ്പം പയ്യെ കാറ്റൊക്കെ അടിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ആനി വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അയ്യോ സ്വെറ്റർ എടുക്കണമായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ എടുത്തിട്ടില്ലല്ലോ. പിന്നെ അവളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്വെറ്റർ നമ്മളിങ്ങനെ വഴിക്കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. ആനി ഓരോന്ന് സെലക്ട് ചെയ്യുന്നു. അതൊരു തമിഴ് സംസാരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു. അപ്പോൾ പുള്ളിയോട് ബാർഗെയിൻ ചെയ്യുന്നു, എനിക്ക് അതല്ല, എനിക്ക് ഇത് വേണം, ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ല, നിങ്ങൾ കൂടുതലൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നു, ബിജുവിൻ്റെ അടുത്ത് പറയുന്നു, എൻ്റെ അടുത്ത് പറയുന്നു. വളരെ രസമായിരുന്നു അത്. അപ്പം അവള് തന്നെ, അപ്പം ആ കടക്കാരൻ തന്നെ പറഞ്ഞു, ആ മോൾ എവിടെ പോയാലും ജീവിച്ചോളും, അവക്ക് വേണ്ട എന്താന്നുള്ളത് അവൾക്ക് പറഞ്ഞ് ചോദിക്കാൻ അറിയാം. അതായത് അങ്ങനെയായിരുന്നു അവൾ അവിടെ ആ കടയല്ല, അത് ഓരോ കച്ചവടമാണ്. അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചേട്ടാന്നൊക്കെ വിളിച്ചാണ് അവൾ സംസാരിക്കുന്നത് കേട്ടോ. മേ ബി നമ്മളൊക്കെ സംസാരിക്കുന്ന കണ്ടത് അവൾക്ക് അങ്ങനെയാണ് അവള് മനസ്സിലാക്കിയതും അവള് പിന്നെ പെരുമാറിയതും അങ്ങനെ ആയിരുന്നു. അപ്പൊ അത് രസമായിരുന്നു. പിന്നെ നമ്മൾ ആ മാർക്കറ്റ് സൈഡിലെല്ലാം ഒന്ന് കറങ്ങി. അതിപ്പം ഇവിടെ നമ്മുടെ മേത്തർ ബസാർ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് ചാല ഒക്കെ കറങ്ങുന്ന പോലെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിനേക്കാളും ബെസ്റ്റ് സാധനങ്ങൾ നമ്മുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഒന്നും തന്നെ വാങ്ങിച്ചില്ല, എല്ലായിടും ഒക്കെ ഒന്ന് പോയി കണ്ടു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ച് പയ്യെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് തന്നെ വന്നു. അപ്പോൾ റൂം അത്യാവശ്യം നല്ല നല്ല ഭംഗിയുള്ള റൂം. പിന്നെ നമുക്കൊരു ഡബിൾ കോട്ടാണ് കിട്ടിയത്. നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടായിരുന്നു. റൂമിൽ ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഹീറ്റർ ഉണ്ടായിട്ട് നമ്മൾ ഇട്ടില്ല കേട്ടോ. എന്നിട്ട് തണുത്ത് പറിച്ച് കിടന്നു ആദ്യത്തെ ദിവസം. ഹീറ്റർ ഇടാൻ 2 പേർക്ക് ഹീറ്റർ വേണം, 2 പേർക്ക് ഹീറ്റർ വേണ്ട. അങ്ങനെയുള്ളൊരു മറ്റേ കോൺഫ്ലിക്റ്റിംഗ് ആയ സ്വഭാവമുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ദിവസം തണുത്ത് പറിച്ചാണ് കിടന്നത്. പിന്നെ പിറ്റേന്നായപ്പോൾ ഹീറ്ററൊക്കെ ഇട്ട് അത്യാവശ്യം ബോധം വന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ആ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ദൂരെ നല്ല രസമുള്ള സാധനങ്ങളാണ്, കാണാൻ നല്ല ഭംഗിയാണ്. രാവിലെ എണീക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ മഞ്ഞിങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നത് കാണാൻ, മഞ്ഞോ കോടയോ എന്താ പറയണേ, ഇങ്ങനെ താഴോട്ട് വരുന്ന കാണാൻ നല്ല രസമാണ്. അപ്പൊ നമുക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മൾ ഈ മല കയറി ചെന്ന്, എനിക്ക് ഈ ഓക്കാനം വന്നതുകൊണ്ട് എനിക്ക് അധികം കാണാൻ പറ്റിയില്ല. കയറി വന്നപ്പോഴത്തേക്കും ഒത്തിരി തേയിലത്തോട്ടങ്ങളും ആ പച്ചപ്പ് കൊണ്ടങ്ങ്, പച്ചപ്പും ഹരിതാപയെന്ന് പറയത്തില്ലേ, അത് കണ്ടങ്ങ് മടുക്കും. അതുപോലെ മടുപ്പില്ല എങ്കിലും അതിന് മാത്രം തേയിലത്തോട്ടങ്ങളാണ്. അല്ലെ അത് വെച്ചേക്കുന്നതിൻ്റെ ആ ഒരു ഭംഗിയാണ് നമുക്ക് മൂന്നാർ പോകുമ്പോൾ കാണാനുള്ളത്. അല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനല്ല പോയത്. നല്ല ആരോഗ്യമുള്ള ആൾക്കാരായതുകൊണ്ട്. ബിജു ഒഴികെ ബാക്കി എല്ലാവരും നടക്കാനും വയ്യ. ബിജു പറയുന്ന ഇതാ, അതായത് എല്ലായിടവും പോവാൻ വേണം, മെനക്കെടാനും വയ്യ. അതാണ് ഞങ്ങള്. അതായത് നടക്കണ്ടാനുണ്ടോ എന്നാ വേണ്ട, ഓഫ് റോഡാണോ എന്നാ വേണ്ട, മെനക്കേടാ വേണ്ട, ഇത് മതി, ഇവിടം വരെ മതി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. മേ ബി നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. എൻ്റെയൊക്കെ അസുഖമൊക്കെ കാരണം ഞാൻ ഇപ്പം പിള്ളേരൊക്കെ വലുതായതിനു ശേഷം ഇപ്പോഴാണ് ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് പുറത്തെവിടെയെങ്കിലൊക്കെ പോകണം എന്നുള്ള ആഗ്രഹം വരെ പ്രകടിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പം ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ മുന്നോട്ടും പോകാമെന്നുള്ളതാണ്. അപ്പം എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി അടുത്ത ദിവസത്തെ വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ഓക്കെ, ബൈ.